ആറ് ചോദിച്ചപ്പോ 800 രൂപയ്ക്ക് അത് പോകുന്ന ഇപ്പം പറഞ്ഞതിനാ. എനിക്ക് അത് അറിയുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനകത്ത് നിയമപ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാഹനം ചേട്ടന് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത വാഹനമാണ്. സ്വന്തം നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇത് നമ്മൾ കൂലി മേടിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വാഹനം ഓടാൻ പാടില്ല. അതാണ് കാര്യം. അതാണ് നിയമവിരുദ്ധമായ കാര്യം എന്ന് പറയുന്നത്. ചേട്ടനെ പോലെ തന്നെ വണ്ടി മേടിച്ച് CC അടച്ച് ഓടിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഇവർക്ക് ഈ വാഹനം ടാക്സ് അടയ്ക്കണം, ഫിറ്റ്നസ് എടുക്കണം, സ്പീഡ് ഗവർണർ വേണം, ഒരുപാട് നമ്മൾ നിയമപ്രകാരമുള്ള പല കാര്യങ്ങളും ചെയ്ത് നിയമപ്രകാരം ഓടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളിങ്ങനെ കൂലി കുറച്ച് ഓടുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ജീവിത പ്രശ്നമാണത്. മനസ്സിലായോ? അതാണ് ഇതിനകത്തുള്ള വിഷയം. അത് ചേട്ടൻ അറിയുകയും ചെയ്യാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട്, നിങ്ങൾ ഇത്രയും കാലം ടാക്സി ഓടിച്ച ഒരാളല്ലേ, അപ്പോൾ ഒരു ടാക്സി ഡ്രൈവറുടെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യുന്നൊരു ദോഷമല്ലേ ഇത്? ഈ സമൂഹത്തിൽ ഞാൻ അങ്ങനെ കിടന്ന് ഓടുന്നുണ്ടെങ്കിൽ അത് ദോഷമാണ്. എങ്ങനെ ഓടിയാലും അങ്ങനെ ഓടാൻ പാടുണ്ടോ? പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാവാലച്ചിറയിലാണ്. അപ്പം ഇവിടെ ഒരു കള്ള ടാക്സി പിടിച്ചിട്ടുണ്ട്. അപ്പം പുതുപ്പള്ളിയിലെ ഡ്രൈവർമാരെല്ലാം കൂടി മോട്ടോർ വാഹന വകുപ്പിനെ അറിയിച്ചിട്ട് അവർ ആ ഉദ്യോഗസ്ഥന്മാർ വന്നാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആ വിവരങ്ങളെല്ലാം ഒന്ന് കാണാം. പുതുപ്പള്ളി നാരകത്തോട് കാവാലച്ചിറയിലാണ് ഇവിടെ വണ്ടി പിടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അവിടം വരെ ചെന്നതാണ്. അപ്പം പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, പുതുപ്പള്ളി ടാക്സിക്കാരുണ്ട്. നമുക്ക് ഇതിനോട് ചോദിച്ചറിയാം എന്താ സംഭവം എന്ന്. എന്നാ പറ്റി? കള്ള ടാക്സി എങ്ങനെയാ മനസ്സിലായേ? ഇന്നലെ നമ്മുടെ മോഹൻദാസ് ഉണ്ടാക്കലെ വീട്ടിൽ നിന്ന് ഒരു ഓട്ടം പോയത്. അപ്പം ഇന്നിങ്ങനെ ഓട്ടം പോകണമെന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം 9:30 ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞു. രാവിലെ പറഞ്ഞു കസിൻ്റെ ആരാണ് വണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രാവിലെ വെട്ടത്തുപോലെ യൂബർ വണ്ടി നോക്കാൻ പോയത്. അത് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് ഉദ്ദേശിച്ച് വന്നപ്പോൾ ഈ ഇവിടെ മുറ്റത്തോട്ട് വണ്ടി ഇങ്ങനെ കയറിപ്പോയി. അപ്പോൾ ഞങ്ങളതിൻ്റെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ വണ്ടി പ്രൈവറ്റ് വണ്ടിയാണ്, കള്ളൻ ഓടുന്ന വണ്ടിയാണ് ഞങ്ങൾക്ക് ബോധ്യം. ഒരു യാത്രക്കാരെ കൂട്ടി ഇവിടെ വന്നു. വണ്ടി ഞങ്ങൾ ഒതുക്കിയിടാൻ പറഞ്ഞു, ഒതുക്കിയിട്ടു. അവരോടുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ വേറെ വണ്ടിയൊക്കെ കയറിക്കോ, നിങ്ങളുടെ യാത്ര മുടക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർ കുറേ നേരം കഴിഞ്ഞപ്പം നമ്മുടെ ബസ് ഇതിൽ വന്നു കാവൽച്ചിറ. അവർ ഞങ്ങളോട് നമ്മളോട് ബസ്സേ കയറിപ്പോയി ശരിയെന്ന് പറയും. അപ്പം നിയമപരമായിട്ട് ഞങ്ങൾ അത്ര പോകും. കാരണം ഇത് എവിടെയുള്ള വണ്ടി? ഇത് നേരത്തോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് വർഷമായിട്ട് ഈ വണ്ടി ഓടുന്നുണ്ട്. 20 വർഷമാണ് നമ്മളെ. നമുക്ക് ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പോൾ നമ്മൾ അധികാരി ഇത് കോടതി വരെ ഇപ്പം എത്തി നിൽക്കുക. ടാക്സി കോടതി വരെ എത്തിയിരിക്കും. അപ്പം അധികാരികൾക്ക് പോലും ഇപ്പം ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. അവരും ഇപ്പം നമ്മുടെ കൂടെ ഇറങ്ങിയിരിക്കും. അപ്പോൾ നിയമപരമായിട്ട് നമ്മൾ ചെയ്യും. അത്രയും ടാക്സി മേലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. 5-6 വണ്ടി ഒരു വീട്ടിൽ ഇട്ടുകൊണ്ട് പ്രൈവറ്റ് വണ്ടി മുഴുവൻ ഓടുന്നത്. അപ്പോൾ അത് നമ്മളതിന് കർശനമായിട്ട് തന്നെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. സാറേ, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എന്നാ നടപടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? കാരണം ഇത് വർഷങ്ങളായിട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന. വേറൊന്നുമില്ല. ഈ വാഹനം ഇന്ന ആൾക്കാർ കോട്ടയത്ത് പോകാനായിട്ട് 800 രൂപ കൂലി ഉറപ്പിച്ച് യാത്ര തുടരവേ ഇവിടെ വാഹനം കടന്നു നിർത്തി മറ്റേ വണ്ടിയെ കയറിപ്പോയി. ഇതുവരെ നടന്ന കാര്യങ്ങൾ മാത്രം. ഇവിടെ പേരില്ല, ഫോൺ നമ്പറില്ല. സാർ, ഇത് വർഷങ്ങളായിട്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമായിരിക്കും. ഇത് ധാരാളം വണ്ടി ഓടുന്നുണ്ട്. ഇത് ഉപജീവനമായിട്ട് നടക്കുന്നവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കത് മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് വ്യാപിച്ചു എല്ലായിടത്തും ഉണ്ട്. അത് ഒരു ബുദ്ധിമുട്ടുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിയമപ്രകാരം ടാക്സി ഓടിച്ച് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത് ശിക്ഷ കുറവാന്നുള്ള, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇങ്ങനെ. ശിക്ഷ കുറവായ കൊണ്ടല്ല. ഒരാൾ ആദ്യം പറഞ്ഞ പേര് കൊച്ചുവണ്ടി.
പക്ഷേ നടപടികളൊക്കെ ഉണ്ട്, ആ. ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. വലിയ വലിയ ആൾക്കാരുടെ വണ്ടികളാണ് കൂടുതൽ ഓടുന്നത്, പ്രൈവറ്റ് ഓടുന്നത്, അതൊക്കെ ഉണ്ട്. ഇതൊന്നും വലിയ ആളൊന്നുമല്ല. ഇതെല്ലാം സാധാരണക്കാരാ, പക്ഷെ മനസ്സിലായി. പക്ഷെ കൂടുതൽ കണ്ടുവരുന്നത് 40 വർഷമായിട്ട് ഒറേക്കിൽ ടാക്സി ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ആ. എനിക്ക് എല്ലാവരും 2013 ഉണ്ടല്ലേ? അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് ദൂരോട്ടുള്ള ടാക്സി ഓട്ടം വേണ്ടെന്ന് വെച്ചത്. ആ. അപ്പൊ ആ വണ്ടി കിടപ്പുണ്ടായിരുന്നു. ആ. പിന്നെ എന്റെ അപ്പാപ്പന്റെ മകള് ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വന്ന. ആ. അപ്പൊ ഇവരെ വണ്ടി വിളിച്ചിട്ട് ഇവര് അവൈലബിൾ അല്ലാന്ന് വന്നപ്പോ മാത്രമാണ് എന്നാൽ രാജങ്ങളെ വിളിക്കാന്ന് പറഞ്ഞ് വിളിച്ചത്. ആ. അത് മാത്രമേ ഞാൻ അങ്ങനെ അവള് വരുമ്പോ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ ഒരാൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കുന്ന 40 വർഷമായിട്ട് അവിടെ ഉള്ളൂ. ഞാനിപ്പോ ലൈസൻസ് നോക്കിയതാ. ആ. എന്റെ ലൈസൻസ് കാലാവധി ഫോൺ അറിയാം. നമ്പർ ഉണ്ട്. ഇതാണ് എന്റെ അവസ്ഥ. ആ. ഞാൻ അങ്ങനെ കള്ള ടാക്സി ഓടുന്ന ആളല്ല. ഞാൻ ഇത്രയും കാലം ടാക്സി ഓടിച്ചോണ്ടിരുന്നതാണ്. ഇവർക്കൊക്കെ അറിയാം. ഞാൻ വടക്കമണ്ണൂര് അംബാസഡറും പിന്നെ ചേട്ടൻ സാറ് ചോദിച്ചപ്പോ 800 രൂപയ്ക്ക് അത് പോകുന്നു ഇപ്പം പറഞ്ഞതിനാ. മിനിമം ചാർജ് എത്രയല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. ടാക്സ് ഞാൻ ടാക്സി ഓടിച്ചോണ്ടിരുന്ന ആളല്ലേ, എനിക്ക് അത് അറിയുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനകത്ത് നിയമപ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാഹനം ചേട്ടന് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത വാഹനമാണ്. അതെ. സ്വന്തം നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതെ. ഇത് നമ്മൾ കൂലി മേടിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്തതാ. വാഹനം ഓടാൻ പാടില്ല. ഈ ഒരു അതാണ് കാര്യം, അതാണ് നിയമവിരുദ്ധമായ കാര്യം എന്ന് പറയുന്നത്. അതെ. ചേട്ടനെ പോലെ തന്നെ വണ്ടി മേടിച്ച് CC അടച്ച് ഓടിക്കുന്ന ആൾക്കാരാണ് ഇവർ. അതെ. ഇവർക്ക് ഈ വാഹനം ടാക്സ് അടയ്ക്കണം, ഫിറ്റ്നസ് എടുക്കണം, സ്പീഡ് ഗവർണർ വേണം, ഒരുപാട് നമ്മൾ നിയമപ്രകാരമുള്ള പല കാര്യങ്ങളും ചെയ്ത് നിയമപ്രകാരം ഓടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളിങ്ങനെ കൂലി കുറച്ച് ഓടുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ജീവിത പ്രശ്നമാണത്. മനസ്സിലായോ? അതാണ് ഇതിനകത്തുള്ള വിഷയം. അത് ചേട്ടൻ അറിയുകയും ചെയ്യാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട്, നിങ്ങൾ ഇത്രയും കാലം ടാക്സി ഓടിച്ച ഒരാളല്ലേ, അതെ. അപ്പോൾ ഒരു ടാക്സി ഡ്രൈവറുടെ ബുദ്ധിമുട്ടുകൾ അറിയാം. നിങ്ങൾക്ക് അറിയാം. അറിയാം. അത് അറിഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യുന്നൊരു ദോഷമല്ലേ ഇത്? ഈ സമൂഹത്തിൽ ഞാൻ അങ്ങനെ കിടന്ന് ഓടുന്നുണ്ടെങ്കിൽ അത് ദോഷമാണ്. ഞാൻ എങ്ങനെ ഓടിയാലും അങ്ങനെ ഓടാൻ പാടുണ്ടോ? ഇവര് വരുമ്പോ മാത്രം അതാണ്. ഓരോ ഓട്ടം ആണെങ്കിലും തെറ്റ് തന്നെയല്ലേ ചേട്ടാ? ചേട്ടൻ ഒന്നും ചേട്ടനൊരു കാര്യം മനസ്സിലാക്കി. അല്ല, ചേട്ടന് ഈ ഫീൽഡിൽ ആദ്യമായിട്ടൊരു ഓട്ടോ ആണെങ്കിൽ ബന്ധുക്കാരുടെ പോകുന്നതെങ്കിൽ ഈ ബഹളങ്ങളൊന്നും ഉണ്ടാകില്ല. ചേട്ടൻ ഇപ്പൊ ഇതിനകത്ത് ചേട്ടന്റെ വണ്ടിയുടെ നമ്പർ നമ്മളവിടെ വലിയൊരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 80 കിലോ. അതായത് കുറേ വാഹനങ്ങൾ ഇതുപോലെ സർവീസ് നടത്തുന്ന വാഹനം ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ വാഹനങ്ങൾ വഴി കിട്ടുമ്പോഴെല്ലാം കേസ് എടുത്തുകൊണ്ടിരിക്കുകയും കൂടെയാണ്. ഇത് കോടതിയിൽ വരെ എത്തിയ കേസുകളാണ് ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു വണ്ടി ലിസ്റ്റിൽ പെടണമെങ്കിൽ ചേട്ടൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ? ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യത്തിന് അങ്ങനെ ഓടിക്കരുത്, അങ്ങനെ ഓടിക്കരുത്. ഈ വാഹനം ഓടിക്കഴിഞ്ഞാൽ അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഈ ഇന്നോവ എന്ന് പറയുന്ന ടയോട്ടയുടെ കമ്പനിയുടെ പേര് നശിപ്പിക്കുന്ന ഒരു കൂലിയത് 2500 രൂപയാണ് 80 കിലോമീറ്റർ വരെ ഓടുന്നത് മിനിമം ചാർജ്. അപ്പൊ ഈ ചേട്ടൻ മേടിക്കുന്ന തന്നെ 800 രൂപ. ഇവിടുന്ന് കാവാലത്തോട് ഓട്ടോറിക്ഷ അല്ല പറയുമോ ആ കൂലി ആ രീതി മേടിച്ചു. അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് വണ്ടി പോകുന്ന യാത്രക്കാർക്ക് എന്തെങ്കിലും സുരക്ഷിതത്വം കിട്ടുമോ? ഇല്ലല്ലോ. ഇത് സ്വകാര്യ വാഹനമല്ലേ, വാഹനമായിട്ട് വയ്ക്കുന്നത് ആൾക്കാർ കയറി ഒരു ആക്സിഡന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കത് സാധ്യത വളരെ കുറവാണ്. ടാക്സി ഓടുന്ന വണ്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ടാക്സി വണ്ടിക്ക് വേണ്ട പെർമിറ്റ് വേണം, ഫിറ്റ്നസ് വേണം, ഇതൊന്നും ഇല്ലാതെ നമുക്ക് അത് യാതൊരു. പക്ഷെ അത് പൊതുജനം അതിനെപ്പറ്റി അറിയുന്നില്ല. അതാണ്. ഇതിപ്പോ സാർമാർ തന്നെ പറയുന്നുണ്ട്, കൈ കാണിക്കുന്ന വാഹനങ്ങളെല്ലാം ഇതുപോലെ അളികന്റെയാണ്, പെങ്ങടെയാണ്, അവരുടെ ഇവര് രക്ഷപ്പെടുക. വാക്ക് പോലും നുണ പറഞ്ഞിട്ടില്ല. അല്ല, ചേട്ടനിപ്പോ ഇത്രയും കാലം നമ്മളോട് വളരെ സഹകരിച്ചു, ചോദിച്ച കാര്യങ്ങൾ സത്യമായിട്ട് പറഞ്ഞു. അവർക്ക് വന്ന് അന്വേഷിച്ച് എന്നെ കുറിച്ച് അറിയാം. കാരണം ഞാൻ അതൊക്കെ ശരിയാ, അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ചേട്ടൻ അത്രയും ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണ്, തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ചെയ്ത കുറ്റങ്ങൾ നിഷേധിക്കുന്നില്ല, അതൊക്കെ സമ്മതിക്കുന്നു. ഞാനും ടാക്സി ഡ്രൈവർ ആയിരുന്നല്ലോ ഈ ദിവസം വരെ. അതുകൊണ്ട് ഈ പരിപാടി ചേട്ടനായിട്ട് തുടരാതിരിക്കുക. ഞാൻ ചെയ്യത്തില്ല. അതാ ഞാൻ ചോദിച്ചത്. ഇനിയിപ്പം അച്ഛൻ ഇതുപോലെ ഈ വാഹനം നമ്മള് മഞ്ഞ ബോർഡാക്കി ടാക്സി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. നടത്താമല്ലോ. മറ്റേ 2017 മുന്നുള്ള വണ്ടിയല്ല, അപ്പൊ സ്പീഡ് ഗവർണറിന്റെ ആവശ്യമില്ല. അതിന് ശേഷമുള്ളതാണെങ്കിലും മതി സ്പീഡ് ഗവർണർ. ഈ വണ്ടി അത് ഞാൻ ചെയ്തോളാം. ഫ്രീ അല്ലേ? അല്ല, റീറൈസ് ചെയ്തു. 15 വർഷം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല, 2007 വണ്ടി തന്നെയാണ്, റീടെസ്റ്റ് കഴിഞ്ഞെന്നാണ്. നോക്കുക. ഈ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഇത് സമൂഹത്തിന് മൊത്തം ഞാൻ പറഞ്ഞില്ല, അറ്റാക്ക് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ടാക്സി ശരിയായിട്ട് ഒരുപാട് നമുക്ക് പലർക്കും പല പല ബുദ്ധിമുട്ടുകളാണ്. ചേട്ടൻ നമ്മുടെ കൈ കാണിച്ചപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പേടിയാ. നമ്മൾ ആരും ഉപദ്രവിക്കാറില്ല. ചേട്ടൻ കൈ കാണിച്ചപ്പോൾ അല്ല, ഇവരൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ, അവർക്ക് ജീവിക്കണം. നമ്മൾ ആക്രമിക്കാനൊന്നും ഞാനറിയോ, ഞാനൊരു നുണയോ മറ്റൊന്നും പറഞ്ഞില്ല. കാരണം ഞാൻ അതുപോലെ ഓറോക്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുക. ഇപ്പോഴും ഒരു ഇലക്ട്രിക് വണ്ടി എടുത്താണ് ഓടിക്കുന്നത്. കാരണം സാറേ വണ്ടി ഇരിക്കുന്ന യാത്രക്കാരെ നമ്മൾ ചെറുപ്പം അല്ല, ചേട്ടൻ ഇതിന്റെ പെർമിറ്റ് എടുത്തിട്ട് ഓടിക്കും, ഒരു പ്രശ്നമില്ല, ആരെയും തടയത്തുമില്ല, ഒന്നുമില്ല. ഓട്ടം കൂടെ ചേട്ടൻ തന്നേക്കാം, അങ്ങനെ ഞങ്ങൾ സഹകരിച്ചേക്കാം. ഇനിയിപ്പോ അതേ ഉള്ളൂ. കാരണം വല്ലപ്പോഴും ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ വല്ലപ്പോഴും അപ്പോൾ ഇപ്പോൾ ഈ ഓടിയതിന് കേസ് എടുത്തിട്ടുണ്ട്, അതിന് ഫൈൻ അടക്കേണ്ടി വരും. അതിന് RTO അവിടെ ഹിയറിങ്ങിന് വിളിക്കും, ഓഫീസിൽ വിളിക്കും. അപ്പോൾ അവിടെ വന്ന് കാര്യങ്ങൾ എന്നാ ബോധിപ്പിക്കും. സാറേ ഏതാ ഫൈനൊക്കെ? ഇതിന് ഫൈന് 3000 രൂപയാണ്. പെർമിറ്റ് വയലേഷനാണ്. പെർമിറ്റ് ഇല്ലാതെ പ്രൈവറ്റ് വാഹനം ഓടിക്കുന്നതിന് സെക്ഷൻ 192 3000 രൂപ ഫൈൻ വരും. പിന്നെ ഇതിന് ഒരുപാട് നടപടികൾ മുന്നോട്ടെടുക്കാം, മനസ്സിലായോ?
അതിന് മുതിരുന്നില്ല. ഞാൻ ഉടനെ തന്നെ ആൾട്രേഷന് കൊടുത്തോളാം. അപ്പോൾ ആർ ടി ഒ നോട്ടീസ് അയക്കും. അപ്പോൾ അതിന് താങ്കൾക്ക് അവിടെ പറയാനുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ബാക്കി മുന്നോട്ടുള്ള നടപടികൾ ചെയ്യുക കേട്ടോ. രണ്ടു ദിവസം മുമ്പ് ഞാൻ ഓടിയ ഇന്ന് രാവിലെ 8 മണിക്ക് എന്നെ വിളിച്ചു വരണം 10:30 ഞങ്ങളെ വിളിച്ചറിയാം KSFB ആദ്യം പോകും. അത് കഴിഞ്ഞ് നമ്മൾ കൂട്ടത്തിന് പോകണം. ഇങ്ങനെയൊന്നും എല്ലാം പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് വേണ്ട ചെങ്ങന്നൂര് ഞങ്ങളുടെ റിലേഷൻ്റെ വണ്ടി വരാം. അന്നേരം എനിക്ക് അതെ അതെ കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ചെയ്തിട്ട് അങ്ങനെ തന്നെ പിടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ഇദ്ദേഹത്തിനോട് രാവിലെ ചോദിച്ചപ്പോൾ തന്നെ ഇദ്ദേഹം ഓടുന്ന റേറ്റ് അങ്ങനെ ഓടാൻ താല്പര്യം മഞ്ഞ് വെച്ച് ഓടാൻ നമ്മളെ കുറ്റപ്പെടുത്തുന്ന എന്താ കാര്യം ഇരിക്കും. ഇവിടെ വിഷയമൊന്നുമില്ല. കാരണം ഞാൻ ഈ തൊണ്ട് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്.